Yo, what's up guys and welcome back to Cruise Canada. അപ്പോൾ നമ്മുടെ എന്താ പരിപാടി എന്തായാലും ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുത്തു. എന്താണ് ഇച്ചായം 10 ദിവസത്തേക്ക് വേണ്ടിട്ട് നാട്ടിൽ പോവുകയാണ്. ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് പരിപാടികൾ ഉള്ളതുകൊണ്ട് നമ്മള് നാട്ടിൽ പോവാണ്. അത് എന്താ ഏതാന്നൊക്കെ ഉള്ളത് നമ്മുടെ അടുത്ത വ്ളോഗുകളിലൊക്കെ എല്ലാവർക്കും കാണാം. പക്ഷെ ഇന്ന് നമ്മൾ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയൊരു പർച്ചേസിന് വേണ്ടിട്ട് തട്ടിക്കൂട്ടുന്ന പെട്ടെന്ന് വാങ്ങുന്ന ഒരു ഞങ്ങളൊരു 5 ദിവസം മുമ്പാട്ടോ പോകുന്നതിന്റെ 5 ദിവസം മുമ്പാട്ടോ ടിക്കറ്റ് എടുത്തത്. ആകെ ഞങ്ങൾക്ക് 4 പേർക്ക് മാത്രമേ അറിയുന്നുള്ളൂ. ഞങ്ങളുടെ വീട്ടിലുള്ള അതായത് ഞാന് നമ്മുടെ ജമ്പനും തുമ്പനും മാത്രമേ അറിയുന്നുള്ളൂ നമ്മൾ പോകുന്ന കാര്യം വരെ. പെട്ടെന്നായിരുന്നു കാര്യങ്ങള്. അപ്പൊ അതൊക്കെയാണ് ഞങ്ങൾക്ക് 2 ദിവസമായിട്ട് നല്ല അടിപൊളി മഴയായിരുന്നല്ലോ സഡ്ബറിയില്. മഴയും കാറ്റും. അതുകൊണ്ട് ഇന്ന് ഇച്ചിരി തണുപ്പ് കൂടുതലാണ്. സെയിൽസിലേക്ക് വണ്ണാണ്. അപ്പൊ ഞങ്ങളിതാ ഷോപ്പിംഗ് മാളിലോട്ട് കയറുകയാണ്. ന്യൂ സഡ്ബറി സെന്ററിന്റെ ഉള്ളിലാണ്. ഞങ്ങളിപ്പോ ചാംസിലാണ് ഉള്ളത്. എച്ചായന്റെ കിടഞ്ഞു പരിശ്രമിക്കുകയാണ് നാട്ടിലേക്ക് പോകാനുള്ള ക്യുക്ക് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. ഞാൻ കുറച്ചത് ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അടിപൊളി. ഇത് ഒരു കഞ്ചാവുമായി ആണല്ലോ ചായ മൊത്തത്തിൽ. കുഴപ്പമില്ല. അതെ, രസമുണ്ട്. നോക്കാം നമുക്ക്. അങ്ങനെ ഞങ്ങൾ മൂന്നാമത്തെ ഒരു കടയിൽ കയറി. രണ്ടാമത്തെ കടയിൽ കയറി. ഞാൻ ഒരു മെയിൻ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രസ്സും കൂടെ എടുത്തു. യെസ്. അപ്പോൾ ഞങ്ങളത് പേ ചെയ്യാൻ പോവാണ്. ഞങ്ങളൊരു സ്ലിംഗ് ബാഗ് വാങ്ങാൻ വന്നതാണ് ലുലുലെമനിൽ. അപ്പോൾ ഞങ്ങളൊരു ബ്രോനെ കണ്ട് പുള്ളി നമുക്ക് ഡിസ്കൗണ്ടൊക്കെ ആക്കിയിട്ട് തന്നിട്ടുണ്ട്. അടിപൊളി. കുറച്ച് നടന്നു തുടങ്ങിയപ്പോഴേക്കും ലിൻഡാപ്പി ഭയങ്കരമായിട്ട് ക്ഷീണം പിടിച്ച് അങ്ങനെ നമ്മളൊരു ഫ്രഷ് ജ്യൂസൊക്കെ മേടിച്ചു. സെറ്റായി നിൽക്കുക. ഓക്കെ ആണോ? ഡബിൾ ഓക്കെയാ? ഓക്കെ. നമ്മളങ്ങനെ ഒരു ഏരിയ ഒക്കെ കവർ ചെയ്തിട്ട് അടുത്ത് നമ്മൾ അങ്ങോട്ടാ പോണേ? ഓക്കെ, ബാത്ത് ആൻഡ് ബോഡിയിലേക്ക് പോവാണ് ഗൈസ്. ഞങ്ങൾ ഗൈസ് നമ്മൾ ബാത്ത് ആൻഡ് ബോഡിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ലിൻഡാപ്പി എന്തൊക്കെയോ സാധനം മേടിച്ചു. കാണിച്ച് ഒരു കവറിൽ എന്താ കുറച്ച് ലോഷൻസോ? ഓക്കെ. നമ്മൾ അടുത്ത എങ്ങോട്ടാ നമ്മള്? നമുക്ക് വിന്നേഴ്സ്. ഇനി നമുക്ക് 2 കടയും കൂടെ ഉള്ളൂ ലിസ്റ്റില്. ഏതൊക്കെയാ? വിന്നേഴ്സും കോസ്കോയും ഉള്ളൂ. പിന്നെ നമുക്ക് വേറെ 2 ഏതാ? പിന്നെ ഒന്ന് നമുക്ക് വീട്ടിൽ വെക്കാനുള്ള മറ്റേ അത് നമ്മള് കനേഡിയൻ ടയറിലും പോണം, വിന്നേഴ്സിനും പോണം, കോസ്കോയിലും. ഓക്കെ ഓക്കെ. അങ്ങനെ ഞങ്ങളുടെ ആസ്ഥാന ഷോപ്പിംഗ് സെന്ററായ കോസ്കോയിലെത്തി. ഇവിടെ നിന്ന് കുറച്ച് ഹോൾസെയിൽ ആയിട്ട് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചോക്ലേറ്റ്സ്, നട്ട്സ് ഒക്കെ വാങ്ങാം. പിന്നെ നമ്മുടെ കുറച്ച് ഗ്രോസറിയും കൂടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ തറവാട്ടിലെത്തിയിരിക്കുന്നു ഗൈസ്. ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ വന്നില്ലേ ഒരു വിഷമല്ലേ? അതാണ് ഏറ്റവും ആണ്ട്. അങ്ങനെ ഞങ്ങളുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് സാധനങ്ങളൊക്കെ ലോഡ് ചെയ്യാണ്. ഒന്നും അധികമൊന്നുമില്ല, കുറച്ച് ചോക്ലേറ്റും ഇനിയും കുറച്ചുകൂടെ വാങ്ങാനൊക്കെ ഉണ്ട്. അതിന് അതെ ഒന്ന് കയറി ഇറങ്ങേണ്ടതായതുകൊണ്ട് അല്ലേ ചായ? പിന്നെ ഞങ്ങൾക്ക് 1-2 സാധനങ്ങൾ നമ്മൾ വീട്ടിലേക്കും അങ്ങനെ നമ്മളെന്താ പറയാ, നമുക്ക് ഇനിയിപ്പോ 3 മണിക്ക് ഫിലിമുണ്ട്. അതെ, 2:30 ആയി ഇപ്പോൾ. ആവേശം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ കാണാം. ഇന്നലെ നമ്മൾ ഏതാ കണ്ടേ? വർഷങ്ങൾക്ക് ശേഷം അരമണിക്കൂറുള്ള കൊണ്ട് വെച്ചിട്ടാ. അങ്ങനെ പർച്ചേസിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ അടുത്തത് ബൾക്ക് ബാൻ എന്നല്ലേ ചായ? കാണിച്ചു തരാം. ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ബൾക്കായിട്ട് വാങ്ങാൻ പറ്റും. അത് ഹോൾസെയിൽ പ്രൈസിന്. ഞങ്ങൾക്ക് ഇന്നലെ വാങ്ങി തീരാത്ത കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങി ഇന്ന് വാങ്ങാൻ ഇറങ്ങാണ്. ആവേശത്തോടു കൂടി ആവേശം കാണാൻ പോയതുകൊണ്ട് അതെ സമയം കിട്ടിയില്ല. ഇവിടെ സാറ്റർഡേ സൺഡേ ഒക്കെ ഒരു 6 മണിയാകുമ്പോഴത്തേനും എല്ലാം അടയ്ക്കൂലേ. അപ്പൊ ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. നമ്മളെവിടെന്നാ ഇറങ്ങിയ? നമ്മള് കനേഡിയൻ ടയർ
കനേഡിയൻ ഉണ്ടായിരുന്നു. അപ്പൻ ഞാൻ കഴിഞ്ഞ തവണ ഒരു ടോർച്ച് വെച്ചായിരുന്നു. നമ്മൾ പപ്പയ്ക്ക് ഇത് വാങ്ങിച്ചായിരുന്നു. പപ്പനത് ചോദിച്ചപ്പോൾ ഞാൻ അപ്പന് ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ തവണ പോയപ്പം എവിടെ നിന്നായിരുന്നു, ഡോളറമ്മേന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയായിരുന്നേ, ഗാർഡൻ ലൈറ്റ്സ് സോളാറിന്റെ. അപ്പൊ കഴിഞ്ഞ തവണത്തെ വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു വർഷമേ നിന്നുള്ളൂ. ഇത്തവണ ഞങ്ങൾ നല്ല സാധനം വാങ്ങിച്ചു, അതുകൊണ്ട് നോക്കി നോക്കാം അല്ലേ. അടുത്ത സ്ഥലത്തോട്ട് പോലെ അങ്ങനെ അടുത്ത പർച്ചേസിങ് എവിടെന്ന് വെച്ചാൽ വിന്നേഴ്സിന്ന് ഒരു ലോഡ് പർച്ചേസ് ചെയ്തു. കുറച്ചേ ഉള്ളൂ, പക്ഷെ പൈസ എന്ന് പറയുന്ന ഒരു 1.5 പൈസ കിട്ടും. എന്റെ പൊന്നു കർത്താവേ, ഏകദേശം നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. യെസ്, ഇനി ഒന്ന് കോസ്കോയിലും പോണം. പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ട്. യെസ്, അപ്പൊ ഇതൊക്കെയാണ് നാട്ടിലോട്ട് പോകുമ്പോ ഷോപ്പ് ചെയ്യുന്ന സ്ഥലങ്ങൾ കേട്ടോ, കാനഡയിൽ. ഞങ്ങള് ഷോപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളല്ലേ. അപ്പൊ ഗൈസ്, നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റായി. ബാക്കിയൊക്കെ ഇന്നലെ നമ്മൾ സ്കോർ ചെയ്യുകയും ചെയ്തു. പിന്നെ ഇനി കുറച്ചും കൂടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാക്കിംഗ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളത്തെ ഞാൻ പോവും. നാളത്തെ കഴിഞ്ഞ് രാത്രി നമുക്ക് 9:45 ഫ്ലൈറ്റ്. അപ്പൊ നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീണ്ടും തുടർന്നുള്ള വീഡിയോ കാണുക. നമ്മള് ഈ പ്രാവശ്യം വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു റൂട്ടാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് പൈസ, കുറച്ചധികം പൈസ നമുക്ക് ലാഭം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അടുത്ത പോകുന്ന വഴിയിൽ അടുത്ത വീഡിയോയിൽ പറയാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമോ നിർദ്ദേശങ്ങളോ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ എന്താണ്, വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. ഇറ്റ്സ് മീ മോണി ലിൻഡ. ബൈ.